നമ്മളിപ്പോ ഒന്ന് കളിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മള് മൈൻഡ് ക്രാഫ്റ്റിന്റെ ഇത് വേൾഡിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് ആണ് വില്ലേജ് ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ്. നമുക്ക് ആദ്യേ ഞാൻ വില്ലേജിന്റെ അടുത്താണ് എനിക്ക് അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം. കളിക്കാൻ നല്ല രസമാണ്. അടിപ്പിച്ചു. ഓ അമ്മിണിക്കുട്ടിയൊക്കെ നടക്കുവാണെങ്കിൽ പറന്ന് നടക്കുവാണെങ്കിൽ നമുക്കിപ്പോ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മരവാ. അതുകൊണ്ടാണ് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ആദ്യം അറിയില്ല അങ്ങോട്ട് നമുക്ക് വില്ലേജറിന്റെ വീട്ടിൽ കയറിയിട്ട് ചെസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ചെസ്റ്റിനകത്തുനിന്ന് ഇവരുടെനകത്തുനിന്ന് എമറാൾഡ് ഒക്കെ കിട്ടും. എന്താണ് വില്ലേജർ ഇത്? ചെസ്റ്റ് ഒക്കെ ഒന്ന് കുത്തി നിറച്ച് വെച്ചൂടെ? പക്ഷെ ഒരു കൊച്ചൊരു വില്ലേജ് ആണ്. കൊള്ളാം, രസമുണ്ട്. ഓ അയൻകോലൊക്കെ ഉണ്ട്. അവനെ അടിക്കാൻ നിന്നാ ശരിയാവത്തില്ല. ഇതിനകത്തും ചെസ്റ്റ് ഇല്ല. ചെസ്റ്റ് ഉണ്ടോ? ഇല്ല. എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ തൊട്ടപ്പുറത്താണെങ്കിൽ സാൻഡിട്ടാണ്. നമുക്ക് മെയിനായിട്ട് ലങ്ങൊക്കെ മരമുണ്ട്. നമുക്ക് അതൊക്കെയാ വേണ്ടത്. അതുപോലെ അങ്ങോട്ടൊക്കെ വീട് കിടക്കും. നമുക്കപ്പം ലേറിന്റെ ഒക്കെ വീട്ടിൽ കയറി നോക്കാം. ഈ അയണൊക്കെ കിട്ടിയ വലിയ കാര്യമാണ് നമുക്കൊക്കെ. മാറി ഇതിനകത്തൊന്നും ഇല്ല. എന്തുവാണ് എന്റെ വീട്ടുകാരനൊക്കെ സാഹസികതയാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കട്ടെ. ചെറുക്കന്റെ പാവം ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കും. ഇനി അതെടുത്തെന്നും പറഞ്ഞ് വില്ലേജറോട് കേസ് കൊടുക്കണ്ട. നമുക്ക് കളിയിലേക്ക് പോവാം. നമ്മളപ്പം മരവെട്ടാനാണ് പോകുന്നത്. പില്ലേജറിന്റെ സ്ഥലം കണ്ടേ. അപ്പൊ പില്ലേജറിനെ എല്ലാം മൈനിങ്ങിന് പോയിട്ടൊക്കെ കൊല്ലാൻ പോവാം. പൊളിഞ്ഞ കൊണ്ട് കണ്ടെടുക്കല്ലേ. നമുക്ക് ഒരു 2 മരം വെക്കണം. ഇതെന്നെ പൊളിഞ്ഞ വീട്. സൈഡിലോട്ട് ഇരിക്കുന്നു. നമുക്ക് അതുകൂടെ പൊളിക്കാം. പിന്നെയും മേളിലോട്ടുണ്ട്. മരം പറ്റുപോലെ അതിന് എത്തിച്ചാനൊക്കെ തന്നെ. ഓക്കെ, 8 മരമായ. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് 8 മരമായി. 8ന്ന് നമ്മള് 36ലേക്ക് ചേഞ്ച് ആയി. ഇപ്പൊ പൊളിച്ചെടുക്കണം. ഒരു ഇല്ലാതേ ഉള്ളു. നമുക്ക് എന്തായാലും പോയി മരം വെട്ടാം. അതാണ് മെയിൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി മൈനിങ്ങിന് പോകണം. വില്ലേജറിന്റെ ഒക്കെ വീട്ടിൽ കയറി നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം. വില്ലേജറിന്റെ വീട്ടിൽ കയറണ്ട, അതിനകത്ത് നമ്മൾ എടുക്കണം.
പാതിയായി. നമുക്ക് ലതേണക്കാക്കാം ഈ മരങ്ങൾ കാക്കണം. ആ ഇരിക്കട്ടെ, ഇങ്ങനെങ്കിൽ ഇങ്ങനെ. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ആയി. നമുക്ക് ഈ 16 എണ്ണം കൊണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. അറുപത് സ്റ്റിക്കും എത്ര 60 സ്റ്റിക്കും 50 ഇതും. 2 പിക്കാക്സ്, 2 സോഡ്, പിന്നെ മരം, 5-6 പിക്കാക്സ് ഇരിക്കും. പിക്കാക്സും കൊണ്ട് നമുക്ക് ഈ കല്ലൊക്കെ പൊളിക്കാക്കത്തുള്ളൂ. കല്ലും കൊണ്ട് പിന്നെ നമ്മള് സോഡിന്റെ അയൺ ഉണ്ടാക്കും. ബെഡ് ഉണ്ടാക്കാനുള്ളയാക്കാം. നിക്കമ്മണ രമണ അവിടെ നിക്ക്. ഒരെണ്ണമായി. അമ്മണിക്കുട്ടീനെ ഒരെണ്ണത്തിനെ ഞാൻ കടിക്കാം. അയച്ച് നമുക്ക് ഫർണസും വേണം, അല്ലെങ്കിൽ രാത്രി തിന്നാനൊന്നും കാണത്തില്ല. അതാണ്. റെഡിയാക്കൂ. പിന്നെ ട്രൈ ചെയ്യാതെ. അയൺ കിട്ടി. അതിന് മുന്നേ നമ്മള് പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കിയാൽ ഇതാകത്തുള്ളൂ, അയണൊക്കെ മുറിക്കാകത്തുള്ളൂ. ജോ സോംബി ഓടിക്കോ. ഇത്ര പേടിച്ചു പോയത്. ചാവുന്നില്ലല്ലോ, ചാവുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് അങ്ങോട്ട് വെക്കാം. ഒരു സോഡ്. പെട്ടെന്ന് പൊളിച്ചാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഒന്നാമത് വെട്ടമെന്ന് പറയുന്ന സാധനം ഇല്ല. ഇനി നമുക്ക് കോളൊക്കെ എടുക്കണം. പൊടിയോ ക്രാഫ്റ്റിംഗ് ടേബിളോ കാണാൻ ഭയങ്കര പാടും. അപ്പൊ ഈ വീഡിയോ തോനെ ആയോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഇപ്പം ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലിടാം. ബാക്കി വീഡിയോ അപ്പം നമുക്ക് പിന്നെ കാണാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും അൺസബ്സ്ക്രൈബ് അൺലൈക്കും ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഓക്കെ, ബാക്കി അടുത്ത പാർട്ട് നമുക്ക്